നിയമപോരാട്ടം തുടരുമെന്ന് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ലൈംഗിക പീഡന കേസിലെ അതിജീവിത സിസ്റ്റർ റാണിറ്റ്. സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും സഭാ നേതൃത്വം നിശബ്ദത തുടരുകയാണെന്നും സിസ്റ്റർ റാണിറ്റ് ആരോപിച്ചു. ഞാൻ ഒരു പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയാണ് ഞാൻ കൂടുതലായി ആവശ്യപ്പെടുന്നത്. അതും സർക്കാർ നിരസിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നേരിട്ട് കണ്ടപ്പോഴേ മുഖ്യമന്ത്രി കൊടുത്ത ആപ്ലിക്കേഷൻ നന്നായി വായിച്ചു. വേണ്ടത് ചെയ്യാം, പരിഗണിക്കാം, നോക്കാം എന്നുള്ള ഒരു വാക്ക് ആണ് മുഖ്യമന്ത്രി തന്നത്. അത് സമയം എടുക്കുമായിരിക്കാം. ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. മരിക്കോളം മുന്നോട്ട് തന്നെ പോകുമല്ലോ, വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഭാ നേതൃത്വത്തിന് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരേണ്ട. അവരുടെ നിശബ്ദതയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. അഖിൽ കെയുടെ വിവരങ്ങൾ നൽകാൻ. അഖിൽ, അനുഭവിച്ച യാതനകൾ ഒട്ടേറെയുണ്ട്. അതിനുശേഷവും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിൽ നിയമപോരാട്ടം തുടരും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ? തീർച്ചയായും ശ്രുതി, അങ്ങനെ തന്നെയാണ്. അതായത് സർക്കാരിൽ നിന്ന് ഒരു പി പി ആവശ്യപ്പെട്ടിട്ടുണ്ട്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരാൾ നൽകിയില്ലെങ്കിൽ പോലും തങ്ങളുടെ നിയമ പോരാട്ടം തുടരും, അവസാനം വരെയും മരണം വരെയും നിയമ പോരാട്ടം തുടരും എന്ന കാര്യം തന്നെയാണ്. അതായത് ഇത് ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന കാര്യം തന്നെയാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് അവർ പറയുകയും ചെയ്തിരുന്നത്. ഒരു വേദന, അല്ലെങ്കിൽ ആ പറയുമ്പോൾ ആ വാക്കുകളിൽ ആ ഒരു വേദന ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഒരു സഭയുടെ മൗനം, അല്ലെങ്കിൽ സഭ അതിൽ ഒരു കാര്യമായി ഒന്നും ചെയ്യാതെ സഭയുടെ മൗനം അത് വേദനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും അതൊരു വേദനിപ്പിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഒരു വേദന കലർന്ന ഒരു ചിരിയാണ് മറുപടി എന്ന് പറയുന്നത്. അതിലെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർ അനുഭവിച്ച യാതനകൾ, അവർ അനുഭവിച്ച വേദനകൾ, അവർ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, അതെല്ലാം അതിലുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി തന്നെ ഒരു റേഷൻ കാർഡ് പോലും ഉണ്ടായിരുന്നില്ല, അത് ഇപ്പോഴാണ് ലഭിക്കുന്നത്. അപ്പോൾ റേഷൻ കാർഡ് ലഭിച്ചതുപോലെ തന്നെ സർക്കാർ ഇന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും മുഖ്യമന്ത്രിയിൽ നിന്നും ഒരു വാക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ വാക്കുകൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പരിഗണിക്കാം, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നൽകാം, അല്ലെങ്കിൽ പരിഗണിക്കാം എന്നൊരു വാക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അത് നൽകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. കുറച്ച് കാത്തിരിക്കാം, അല്ലെങ്കിൽ അത് നൽകുന്നതുവരെ കാത്തിരിക്കാം, അല്ലെങ്കിൽ നൽകിയില്ല എങ്കിൽ പോലും നിയമ പോരാട്ടം തുടരും എന്ന കാര്യം തന്നെയാണ് എന്തായാലും അതിജീവിത വ്യക്തമാക്കുന്നത്. ശ്രുതി, നിയമപോരാട്ടം തുടരാൻ തന്നെയാണ് സിസ്റ്റർ റാണിറ്റിന്റെ തീരുമാനം. അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത്.